അയാളും ഞാനും ഭാഗം 7. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെ സ്റ്റോറിയിലേക്ക് പോയാലോ? അയാളും ഞാനും പാർട്ട് 7. വിശ്വനാഥൻ തമ്പിയുടെയും രാഹുലിൻ്റെയും വരവ് തറവാട്ടിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും അർജുൻ അതൊന്നും പുറത്ത് കാണിച്ചില്ല. ഇഷികയുടെ പേടി മാറ്റാൻ അവൻ അവളെ ചേർത്തു പിടിച്ചു. അന്ന് രാത്രി തറവാട്ടിലെ ബഹളങ്ങളെല്ലാം മുടങ്ങി ഏവരും ഉറക്കത്തിലേക്ക് വഴുതിയപ്പോൾ അർജുൻ ഇഷികയുടെ അരികിലെത്തി. പുറത്ത് പെയ്യാൻ വെമ്പുന്ന മഴയുടെ തണുപ്പും അകത്ത് കത്തുന്ന നിലവിളക്കിൻ്റെ വെട്ടവും ആ മുറിയിൽ ഒരു പ്രത്യേക അനുഭൂതി നിറച്ചിരുന്നു. അർജുൻ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. ഇഷിക ജനാലയ്ക്കൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അർജുൻ അവളുടെ അടുത്ത് ചെന്നിട്ട് മെല്ലെ വിളിച്ചു, ഇഷികേ. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഭയവും പ്രണയവും കലർന്ന നോട്ടമായിരുന്നു. ഇഷികയുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ അർജുൻ്റെ ഉള്ളിലെ പ്രണയം അണപൊട്ടിയൊഴുകി. അവൻ മെല്ലെ അവളുടെ അരികിലെത്തി അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവളവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ആ നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അവൻ അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ആദ്യത്തെ ആ അമ്പരപ്പിന് ശേഷം അവളും അവനെ ചുംബിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ അങ്ങനെ പരസ്പരം ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷം അവൻ മെല്ലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ കണ്ണടച്ചിരിക്കുകയാണ്. അവൾ ഇറുക്കി കണ്ണടച്ചിരിക്കുകയാണ്. അർജുൻ അവളോട് പറഞ്ഞു, കണ്ണു തുറക്കൂ പ്ലീസ്. അവനത് പറഞ്ഞതും അവൾ കണ്ണുകൾ മെല്ലെ തുറന്ന് അവനെ ഒന്ന് നോക്കി. അവൻ അവളുടെ കണ്ണുകളിലും അമർത്തി ചുംബിച്ചു. പിന്നെ അവൻ കവിളിലും ചുണ്ടുകളിലും കഴുത്തിലുമൊക്കെ മാറി മാറി ചുംബിച്ചു. അവൻ്റെ സ്പർശം അവളുടെ കാതുകളെ ഇക്കിളിയാക്കി. അവിടെ നിന്നും അവൻ താഴേക്ക് വന്നു. ശേഷം മെല്ലെ അവൻ അവളുടെ ഡ്രസ്സ് ഊരിമാറ്റി. അവനെ നോക്കാൻ കഴിയാതെ നാണത്തോടെ അവൾ തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനതിന് സമ്മതിച്ചില്ല. ബലമായി തന്നെ അവളെ അങ്ങനെ കിടത്തി. അവൾ പ്രണയത്തോടെ അവനെ നോക്കിയതും അവൻ കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും മാറുമറയ്ക്കാൻ ശ്രമിച്ചു. അവൻ അവളുടെ ഓരോ ശരീരഭാഗത്തെയും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചുണർത്തി. അവൻ്റെ ചുണ്ടുകൾ എത്തിപ്പെടാത്ത ഒരു ഭാഗവും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമായി അനുഭവിക്കുന്ന പുരുഷ സാന്നിധ്യം അവളെ വല്ലാതെ തളർത്താൻ തുടങ്ങിയിരുന്നു. അവളിലെ സ്ത്രീയെ ഉണർത്താൻ തുടങ്ങിയിരിക്കുന്നു. താങ്ക് യു ഇഷിക, ഇത്രയും സുന്ദരമായ ഒരു ദിവസം നന്നായി. ഒരു പക്ഷേ ഇത്രയും സുന്ദരമാകില്ലായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞതും അവൾ ഒന്ന് മൂളി. ശേഷം അവൻ അവളിലെ പെണ്ണിനെ അറിയുകയായിരുന്നു. ശേഷം അവൻ തളർന്നു കിടക്കുന്ന അവളെ എടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് വിളിച്ചു. അവൻ്റെ നെഞ്ചത്ത് അവളുടെ കണ്ണുനീർ തുള്ളികൾ പതിഞ്ഞു. അതറിഞ്ഞതും അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഒരുപാട് വേദനിച്ചോ? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. അവൾ ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് മൂളി. പിന്നെന്തിനാ കിടന്നു കരഞ്ഞത്? അത് ചോദിച്ചതും അവൾ മുഖം പൊത്തിപ്പിടിച്ച് അവനെ നോക്കാതെ കിടന്നു. ശേഷം അവൻ അവളുടെ മുഖം പിടിച്ച് അവൻ്റെ നേരെ തിരിച്ചു. പറ ഇഷിക, നിനക്ക് വേദനിച്ചോ? അവൾ വേദനിച്ചെന്ന് മൂളി.
പിന്നെന്താടോ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ താൻ വേദനിച്ചില്ലെന്ന് പറഞ്ഞത്? നീ കരഞ്ഞപ്പോൾ ഞാൻ മാറിയതല്ലേ? പിന്നെയും നീയല്ലേ എന്നെ ചേർത്ത് പിടിച്ചത്? അത് പിന്നെ ഏട്ടന് വിഷമമായാലോ ദേഷ്യം വന്നാലോ എന്നൊക്കെ കരുതിയിട്ടാ. അവൾ പറഞ്ഞത് കേട്ടതും വീണ്ടും അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ കൊച്ചിന് എപ്പോൾ വേണമെന്ന് തോന്നിയാലും വേണ്ടെന്ന് തോന്നിയാലും അതെന്നോട് പറയണം. എനിക്ക് വിഷമമാകും ദേഷ്യമാകും എന്നൊക്കെ കരുതിയിട്ട് പറയാതിരിക്കരുത്. മനസ്സിലായോ? ഇഷമോളെ, ഞാൻ അന്നൊരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ നിന്നോട്? അതു കേട്ടതും അവൾ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തിയിട്ട് അവളുടെ പുതപ്പ് മാറിൽ നിന്നും മാറ്റി. അവളുടെ മാറിന് സൈഡിലായി കാണുന്ന കാപ്പിപ്പൊടി കളറുള്ള വലിയ മറിയിൽ തൊട്ടുകൊണ്ട് അവളെ നോക്കി. ഇതാ ഞാനന്ന് പറഞ്ഞത്. ആ പ്രണയ നിമിഷത്തിൽ അവർ ചുറ്റുമുള്ളതൊന്നും അറിഞ്ഞില്ല. പ്രണയത്തിൻ്റെ ആ സുന്ദരമായ രാത്രിയിൽ അവർ ഒന്നായി മാറി. അടുത്ത ദിവസം രാവിലെ അർജുൻ കണ്ണുകൾ തുറക്കുമ്പോൾ സമയം 10 മണിയായിരുന്നു. തൻ്റെ കൈത്തണ്ടയിൽ മുഖം ചേർത്ത് ഗാഠനിദ്രയിലായിരുന്നു ഇഷിക. അവളുടെ നെറ്റിയിലെ കുങ്കുമം അല്പം മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ മുഖത്തെ ഐശ്വര്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് അവൻ ഞെട്ടിയത്. അർജുൻ, എഴുന്നേറ്റില്ലേടാ? അവൾ ഉണരാതെ പതുക്കെ എഴുന്നേറ്റ് അവൻ വാതിൽ തുറന്നു. മുറ്റത്ത് നിൽക്കുന്ന അപ്പുവിനെ കണ്ടപ്പോൾ അവൻ പരിങ്ങി. എന്താടാ, ഉറങ്ങുമായിരുന്നോ? അപ്പു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്താടാ? അർജുൻ ചോദിച്ചതും അപ്പു കള്ളച്ചിരിയോടെ അവിടെ നിൽക്കുകയാണ്. ഇല്ലല്ലോ. എന്തോ ഉണ്ട്, നീ പറയുമോ അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? അർജുൻ ചോദിച്ചു. അപ്പോൾ അപ്പു മുണ്ടു മടക്കി കുത്തി. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ ഇന്നലെ നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ് അല്ലായിരുന്നോ? അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പണി ഒപ്പിച്ചായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഓരോ മണിക്കൂർ ഇടവിട്ട് അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് കേട്ടതേ അർജുൻ തറഞ്ഞ് അവിടെ തന്നെ നിന്നു. എന്നാൽ അലാറം അടിക്കുന്ന ഓരോ തവണയിൽ ഞങ്ങൾ ഉണർന്നു. നിങ്ങളുടെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഒരനക്കവും കേട്ടില്ല. അത് കേട്ടതേ അർജുൻ പൊട്ടിച്ചിരിച്ചു. നീ പോടെ ചെറുക്ക എന്നവനോട് പറഞ്ഞു. ഞങ്ങളതൊന്നും അറിഞ്ഞതേയില്ല. അതും പറഞ്ഞ് അർജുൻ റൂമിലേക്ക് കയറിപ്പോയി. ഇഷിക അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിലായിരുന്ന അവളുടെ നെറ്റിയിൽ ഒന്നുകൂടെ മൃദുമായി അവൻ ചുംബിച്ചു. അപ്പോഴേക്കും അവൾ കണ്ണു തുറന്നു. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ അവൾ നാണം കൊണ്ട് മുഖം പൊത്തി. അപ്പോഴേക്കും അർജുൻ അവളോട് പറഞ്ഞു, എഴുന്നേൽക്ക് ഇഷുക്കുട്ട, നേരം 10 മണിയായി. എല്ലാവരും താഴെ നിന്നെ തിരക്കുന്നുണ്ട്. ആ നിമിഷം ഇഷിക അറിയുകയായിരുന്നു, വിശ്വനാഥൻ തമ്പിയല്ല ആര് വന്നാലും തന്നെ സംരക്ഷിക്കാൻ അർജുനുണ്ടാവുമെന്ന്. തുടരും. ഈ സ്റ്റോറിയുടെ തുടർച്ച കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അയാളും ഞാനും തുടരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.